നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അനാഥ എന്നൊരു ദുഷ്പേര് എനിക്കുണ്ട്. പക്ഷെ അച്ഛന്റെ യശോദമ്മയുടെ അടുത്ത് നിൽക്കുമ്പോ അതൊന്നും ഞാൻ അറിയാറില്ല. എന്നെ നെഞ്ചിൽ അടക്കി പിടിച്ച് അവർ വളർത്തിയത്, ഇത്രയൊക്കെ ആക്കിയത്. പഴയ കണക്കുകൾ എന്തെങ്കിലുമൊക്കെ നിരത്തി വെച്ച് എന്നെ കൊണ്ട് അമ്മയെന്ന് വിളിപ്പിക്കാന്ന് നോക്കണ്ട. എനിക്ക് വെറുപ്പാ. എത്രയോ രാത്രികളിൽ ഞാൻ കണ്ണീരൊഴുക്കി കിടന്നിട്ടുണ്ടെന്നറിയോ? ഏത് വയറ്റില്ല ഞാൻ പിറന്നതെന്നറിയാൻ, ആർക്കാ ജനിച്ചതെന്നറിയാൻ. അന്നൊക്കെ എന്റെ കണ്ണീരൊപ്പിയത് യശോദാമ്മയാ. അതാ എന്റെ അമ്മ, അത് മാത്രം എന്റെ അമ്മ. നീ എന്നെ എന്തു പറഞ്ഞാലും ഈ അമ്മ തെറ്റ് പറയില്ല. ഞാൻ പാപിയ, മഹാപാപി. നീ ചോദിച്ചില്ലേ നിനക്കൊരച്ഛനുണ്ടായിരുന്നുവെന്ന്? ഉണ്ടായിരുന്നു. നിന്നെ ഞാൻ ഗർഭം ധരിച്ചപ്പോ മുതല് നിന്നെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ മുഴുവൻ കൂട്ടിവെച്ചിരുന്നൊരച്ഛൻ. ജനിക്കുന്ന കുഞ്ഞിനെ പൊന്നുപോലെ വളർത്തണമെന്ന് തീരുമാനിച്ചൊരച്ഛൻ. നീ അറിയണം അച്ഛൻ എന്താ സംഭവിച്ചെന്ന്. എങ്ങനെയാ നീയും ഞാനും അകന്നതെന്ന് നീ അറിയണം. സമ്പത്തും സമാധാനവും നിറഞ്ഞൊരു കുടുംബമായിരുന്നു നമ്മുടേത്. അച്ഛനും ഞാനും തമ്മില് ഒന്നിച്ചുള്ളൊരു ജീവിതം എല്ലാവർക്കും അസൂയുണ്ടാക്കുന്ന ഒന്നായിരുന്നു. എല്ലാവരും ഞങ്ങൾ രണ്ടുപേരെയും നല്ല രീതിയിൽ സ്നേഹിച്ചു. പക്ഷേ ഒരേ ഒരാൾ, ഒരു സ്ത്രീ, അച്ഛന്റെ കുടുംബത്തിലെ ഭാരിച്ച സ്വത്തായിരുന്നു അവരുടെ ഒരേ ഒരു ലക്ഷ്യം. അതിനുവേണ്ടി അവർക്ക് ഇല്ലാതാക്കേണ്ടത് എന്നെയും എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെയും. ഞാൻ പൂർണ്ണ ഗർഭിണിയായിരുന്നപ്പോ അവരുടെ ആളുകൾ എന്നെ കൊന്നുകളയാൻ തീരുമാനിച്ച് ഒരു കാട്ടിനുള്ളിലേക്ക് കൊണ്ടുപോയി. പുറകെ അന്വേഷിച്ചെത്തിയ അച്ഛൻ അവരോട് ഏറ്റുമുട്ടി. ആ ഏറ്റുമുട്ടലിൽ എന്റെ കൺമുമ്പിൽ വെച്ച് നിന്റെ അച്ഛനെ അവര് വെട്ടി നുറുക്കി. അന്നത്തെ പെരുമഴയിൽ അച്ഛന്റെ ചോരയൊലിക്കുന്ന അതേ അടുത്ത് കിടന്ന നിന്നെ ഞാൻ പ്രസവിച്ചത്. നീ പിറന്ന നിമിഷം നിനക്കച്ഛൻ കരുതി വെച്ചിരുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ ലോക്കറ്റ് ഞാൻ നിന്റെ കഴുത്തിൽ അണിയിച്ചു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.